ഹായ്, ഞാനിന്നിവിടെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറിയിലോട്ട് എങ്ങനെ എളുപ്പത്തിൽ മാറ്റാമെന്നായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം 10 എന്ന നമ്പറാണ് ചൂസ് ചെയ്തത്. അതിനെ നമുക്ക് ഡെസിമലിൽ നിന്നും ബൈനറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെ ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ 10ന്റെ LCM എടുക്കും. 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 എന്നാണ് കിട്ടുന്നത്. 5 × 2 എത്രയാണ്? 10 അല്ലയോ? അപ്പോൾ റിമൈൻഡർ ബാക്കിയൊന്നുമില്ല. ആ റിമൈൻഡർ ഞാൻ ഇവിടെ തൽക്കാലം എടുത്തെഴുതുകയാണ്. പിന്നെ 5നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 എന്ന് കിട്ടുന്നത്. 2 × 2 4 4. അപ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. ആ 1 ഞാനിവിടെ എഴുതുന്നു. അതിനുശേഷം ഈ 2നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 0 കിട്ടുന്നവരെ ഡിവൈഡ് ചെയ്യണം. 2 × 1 2 അല്ലയോ? അപ്പോൾ റിമൈൻഡർ ബാക്കി ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് എഴുതുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 1 വരെ കിട്ടി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 0 1 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ 10 എന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഫോർമാറ്റ്. ഇത് നമുക്ക് തെളിയിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും 10 ആണെന്ന് കിട്ടും. ഇപ്പം ഇത് നമ്മളിനി എണ്ണി വെക്കണം. ഇത് 0th പൊസിഷൻ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്. അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. അപ്പോൾ 1 × 2�3. തേർഡ് പൊസിഷൻ ആയതുകൊണ്ട് 2�3. 1 × 2�3 പ്ലസ് ഇത് 0 × 2�2 വരും. അത് 0 തന്നെ. പ്ലസ് 1 × 2⁻1. 1 × 2⁻1. ഇത് 0 × 2⁻0. അത് 0 തന്നെ ആവും. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2�3 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് 0. പിന്നെ 2⁻1 എന്ന് പറയുന്നത് 2 ആണ്. ഇത് 0. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ 10 കിട്ടുന്നു. അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ്. നമുക്ക് ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനും ബൈനറിയിൽ നിന്ന് തിരിച്ച് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഇത്ര സിമ്പിൾ ആണ്.